നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗണിതശാസ്ത്രമേളയിലെ LP കൂട്ടുകാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു മാത്സ് പസിലാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ പസില് ഞാനൊരു കഥാരൂപത്തിലാണ് കേട്ടോ പ്രസന്റ് ചെയ്യുന്നത്. കഥ ഒരു ചാർട്ടിലും ഉത്തരം രണ്ടാമത്തെ ചാർട്ടിലായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ 2 ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4ാം ക്ലാസ്സിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളൊരു പസിലാണ് കേട്ടത്. എനിക്ക് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളൊരു പസിലാണ്. ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു പസിലാണ് കേട്ടോ. എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ പസിൽ എടുക്കുമ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു പസിൽ വേണം എടുക്കാനായിട്ട്. വലിയ പസിലൊക്കെ ആകുമ്പോൾ നമുക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കൂട്ടുകാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരമാവധി സംശയങ്ങൾ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഞങ്ങൾ റിപ്ലൈ തരാവേ. ഈ ഒരു പസിലിൽ സംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇനി നമുക്ക് പസിലിലേക്ക് കിടക്കാം. പസിലിൻ്റെ പേര് തന്ത്രപരമായ പരീക്ഷണങ്ങൾ എന്നാണ്. ഒരിക്കൽ ഒരു രാജാവ് ബുദ്ധി പരീക്ഷണത്തിലൂടെ മിടുക്കനായ ഒരു മന്ത്രിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അദ്ദേഹം എല്ലാ വ്യക്തികൾക്കും 10 കാലിച്ചാക്കുകളും 1000 സ്വർണ്ണ നാണയങ്ങളും നൽകും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നാണയങ്ങൾ സഞ്ചിയിൽ നിറയ്ക്കാം. പിന്നീട് രാജാവ് ഒരു സംഖ്യ പറയും. ആ സംഖ്യ സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി തുറന്നു നോക്കാതെ രാജാവിന് എടുത്തു നൽകണം. മത്സരം ആരംഭിച്ചു. അവസാനം രാജാവ് ചോദിച്ചു, എനിക്ക് 489 നാണയങ്ങളുള്ള സഞ്ചി വേണം. മാധവന് മാത്രമാണ് കൃത്യമായ ചാക്ക് നൽകാൻ സാധിച്ചത്. രാജാവ് മാധവനെ മന്ത്രിയായി തിരഞ്ഞെടുത്തു. രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് നീ നാണയങ്ങൾ സഞ്ചിയിൽ നിറച്ചത്? ഉത്തരം പറയാമോ? അതായത് 1000 സ്വർണ്ണ നാണയങ്ങൾ 10 കാലിച്ചാക്ക് അഥവാ സഞ്ചിയിൽ നമുക്ക് നിറയ്ക്കണം. പിന്നീട് രാജാവ് ഒരു സംഖ്യ പറയും. ആ സംഖ്യ ഏത് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചിയിലാണെന്ന് തുറന്നു നോക്കാതെ നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പൊ ഭയങ്കര എളുപ്പത്തിലുള്ള ഒരു പസിലാണ്. നമുക്ക് ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി മാധവൻ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയതെന്ന് നോക്കാം. ഇവിടെ മാധവൻ 2ന്റെ ഗുണിതത്തിലാണ് നാണയങ്ങൾ സഞ്ചിയിൽ നിറച്ചിട്ടുള്ളത്. അതായത് 2ന്റെ ഗുണിതങ്ങളായിട്ടാണ് ഓരോ സഞ്ചിയിലും നാണയങ്ങൾ നിറച്ചു വെച്ചത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 1000 സ്വർണ്ണ നാണയങ്ങളും 10 സഞ്ചികളല്ലേ ഉള്ളത്. അപ്പോൾ ഓരോ സഞ്ചിയിലും വേണമെങ്കിൽ 100 എണ്ണം വീതം വെച്ചിട്ട് അങ്ങനെ 10 സഞ്ചിയിലായിട്ട് 100 എണ്ണം വയ്ക്കുമ്പോൾ 1000 സ്വർണ്ണ നാണയമാവും. പക്ഷെ അങ്ങനെയല്ല മാധവ് നിറച്ചത്. കാരണം അങ്ങനെ നിറയ്ക്കുമ്പോൾ എന്താ, എല്ലാ സഞ്ചിയിലും ഈക്വലായിട്ട് സ്വർണ്ണ നാണയങ്ങളുടെ എണ്ണം വരും. പക്ഷെ ഇവിടെ മാധവ് നിറച്ചത് 2ന്റെ ഗുണിതങ്ങളായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് രാജാവ് ഇപ്പോൾ ഒരു 100 സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ സഞ്ചിയിൽ 100ൽ കൂടുതലുണ്ടാവും. കാരണം 100ൽ കൂടുതലുണ്ടെങ്കിലാണല്ലോ അതിനകത്ത് 100 സ്വർണ്ണ നാണയം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. 100ൽ കുറവുള്ള ഒരു സഞ്ചിയിൽ ഒരിക്കലും 100 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ രാജാവ് എത്ര സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് ആ സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി കാണിച്ചു കൊടുക്കാം. ഇനി ആരാധ്യ പറഞ്ഞോട്ടാ, എങ്ങനെ സഞ്ചിയിൽ നാണയങ്ങൾ നിറച്ചത്? ആദ്യത്തെ സഞ്ചിയില് മാധവൻ ഒരു നാണയമാണ് ഇട്ടത്. അപ്പോൾ 1000 നാണയത്തില് ഒരു നാണയം മാധവൻ നിറച്ചു. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് 999 നാണയങ്ങളാണ് ബാക്കിയുള്ളത്. ഇനി രണ്ടാമത്തെ സഞ്ചി എടുത്തു. രണ്ടാമത്തെ സഞ്ചിയില് 2ന്റെ ഒരു ഗുണിത നാണയങ്ങളാണ് നിറച്ചത്. 2ന്റെ ഒരു ഗുണിതം എന്ന് പറയുന്നത് 2 × 1. അപ്പൊ എന്താ 2. അപ്പൊ 2 നാണയം രണ്ടാമത്തെ സഞ്ചിയിൽ നിറച്ചു. അപ്പൊ ആകെ ഉണ്ടായിരുന്നത് 3 നാണയങ്ങളാണ്. അപ്പൊ ഇതുവരെ 1000 സ്വർണ്ണ നാണയങ്ങളിൽ നമ്മൾ 3 നാണയങ്ങള് ഓൾറെഡി നിറച്ചു കഴിഞ്ഞു. അതായത് ആദ്യത്തെ 2 സഞ്ചിയിലായിട്ട് 3 സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു. ഒന്നാമത്തെ സഞ്ചിയിൽ 1 സ്വർണ്ണ നാണയം, രണ്ടാമത്തെ സഞ്ചിയിൽ 2 സ്വർണ്ണ നാണയം. അങ്ങനെ ആകെ 3 സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സഞ്ചിയില് 2ന്റെ 2 ഗുണിതങ്ങളാണ് മാധവൻ നിറച്ചത്. അതായത് 4 നാണയങ്ങള്. അപ്പോൾ ആകെ 7 നാണയങ്ങളായിട്ടുണ്ട്.
അപ്പൊ എന്താ, മൂന്നാമത്തെ സഞ്ചിയിൽ 2ന്റെ 2 ഗുണിതം, അതായത് 2 × 2, അങ്ങനെ 4 സ്വർണ്ണ നാണയങ്ങൾ മൂന്നാമത്തെ സഞ്ചിയിൽ നിറച്ചു. അപ്പൊ ഇപ്പൊ ടോട്ടൽ എത്ര നാണയങ്ങളായി? 7 നാണയങ്ങൾ നമ്മൾ നിറച്ചു കഴിഞ്ഞു അല്ലേ? 1000 എണ്ണത്തിൽ 7 നാണയങ്ങൾ നമ്മൾ 3 സഞ്ചിയിലായിട്ട് 1, 2, 4 എന്നീ രീതികളിൽ നിറച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ സഞ്ചിയിൽ മാധവൻ 2ന്റെ 3 ഗുണിതമായിട്ടാണ് നിറച്ചിരുന്നത്, അതായത് 8 നാണയങ്ങളാണ് നിറച്ചത്. അപ്പോൾ ആകെ 15 നാണയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എത്രയായി? 1000 എണ്ണത്തിൽ ഇപ്പൊ എത്ര നാണയങ്ങൾ നമ്മൾ നിറച്ചു കഴിഞ്ഞു? 15 നാണയങ്ങൾ. ഇനി ബാക്കി എത്ര നാണയങ്ങളുണ്ട് നമ്മുടെ കയ്യില്? 985 നാണയങ്ങൾ. 985 നാണയങ്ങൾ ഇനി ബാലൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ 4 ചാക്ക് നമ്മൾ നിറച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തേൽ 1 സ്വർണ്ണ നാണയം, രണ്ടാമത്തേൽ 2 സ്വർണ്ണ നാണയം, മൂന്നാമത്തേൽ 4 സ്വർണ്ണ നാണയം, നാലാമത്തെ സഞ്ചിയിൽ 8 സ്വർണ്ണ നാണയം. അങ്ങനെ ആകെ നമ്മൾ 15 സ്വർണ്ണ നാണയങ്ങൾ ഇപ്പോൾ നിറച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 985 നാണയങ്ങളാണ്. ഇനി അഞ്ചാമത്തെ സഞ്ചിയില് മാധവൻ 2ന്റെ 4 ഗുണിതങ്ങളാക്കിയിട്ടാണ് നിറച്ചത്, അതായത് 16 നാണയങ്ങൾ. അപ്പോൾ ആകെ നമുക്ക് 31 നാണയങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിറച്ചിട്ടുള്ളത്. അപ്പൊ 2ന്റെ 4 ഗുണിതം എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2, അങ്ങനെ 16 സ്വർണ്ണ നാണയങ്ങൾ നമ്മൾ അഞ്ചാമത്തെ സഞ്ചിയിൽ നിറച്ചു കഴിഞ്ഞു. അപ്പോൾ 1000 എണ്ണത്തിൽ 31 സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ബാക്കിയുണ്ടല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആറാമത്തെ സഞ്ചിയിൽ എത്ര എണ്ണം നിറച്ചിരിക്കുന്നത്? ആറാമത്തെ സഞ്ചിയില് 2ന്റെ 5 ഗുണിതങ്ങളാണ് നിറച്ചിരിക്കുന്നത്, അതായത് 32 നാണയങ്ങൾ. അപ്പോൾ ടോട്ടല് നമുക്ക് 63 നാണയങ്ങളാണ് നമ്മൾ ഇതുവരെ നിറച്ചിട്ടുള്ളത്. അപ്പോൾ 6 സഞ്ചിയിലായപ്പോഴേക്കും 63 നാണയങ്ങൾ ഓൾറെഡി നമ്മൾ നിറച്ചു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ സഞ്ചിയിൽ 1 എണ്ണം, പിന്നെ 2 എണ്ണം, 4 എണ്ണം, 8 എണ്ണം, 16 എണ്ണം, 32 എണ്ണം, അങ്ങനെ ആകെ 63 നാണയങ്ങൾ നമ്മൾ 6 സഞ്ചിയിലായിട്ട് നിറച്ചു കഴിഞ്ഞു. ഇനി ഏഴാമത്തെ സഞ്ചിയില് 2ന്റെ 6 ഗുണിതങ്ങളായിട്ടാണ് നിറച്ചത്, അതായത് 64 നാണയങ്ങൾ. അതുവരെ നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 127 നാണയങ്ങളാണ്. 127 നാണയങ്ങൾ നമ്മൾ നിറച്ചു കഴിഞ്ഞു. എത്ര സഞ്ചിയിലായിട്ടാണ് നിറച്ചിരിക്കുന്നത്? 7 സഞ്ചിയിലായിട്ട് നമ്മൾ 127 നാണയങ്ങൾ നിറച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് 800 എത്രയുണ്ട്? 1000 എണ്ണത്തിൽ നിന്ന് 127 മൈനസ് ചെയ്യുമ്പോൾ 873 നാണയങ്ങൾ ഇനിയും നമുക്ക് നിറയ്ക്കാനുണ്ട്. അപ്പൊ ഇനി അടുത്ത സഞ്ചിയിൽ എത്രാമത്തെ സഞ്ചിയിൽ വരുന്നത്? എട്ടാമത്തെ സഞ്ചിയില് 2ന്റെ 7 ഗുണിതങ്ങളാണ് നിറച്ചിരിക്കുന്നത്, അതായത് 128 നാണയങ്ങൾ. അപ്പോൾ ഇതുവരെ ആകെ നമ്മൾ നിറച്ചിരിക്കുന്നത് 255 നാണയങ്ങളാണ്. 2ന്റെ 7 ഗുണിതം എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 × 2 × 2 × 2, അതായത് 2 7 പ്രാവശ്യമായിട്ട് ഗുണിക്കണം അല്ലേ? 2 × 2 × അങ്ങനെ 7 2കൾ ചേരുമ്പോൾ നമുക്ക് 128 നാണയങ്ങൾ. അപ്പം 128 നാണയങ്ങളാണ് 8ാമത്തെ സഞ്ചിയിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ ഇപ്പം എത്ര എണ്ണം നിറച്ചു കഴിഞ്ഞു? 255 നാണയങ്ങൾ നിറച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് 745 നാണയങ്ങൾ ഉണ്ടല്ലേ? 1000 എണ്ണത്തിൽ 255 നാണയങ്ങളാണ് നിറച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും നമ്മുടെ കയ്യിൽ എത്ര നാണയങ്ങളുണ്ട്? 745 നാണയങ്ങളുണ്ട്. ഇനി ആകെ എത്ര സഞ്ചിയുണ്ട് ബാക്കി? 2 സഞ്ചി. ഇനി ആകെ അപ്പോൾ ഇനി ആകെ 2 സഞ്ചിയും കൂടെ ബാക്കിയുള്ളൂ. ഇനി അടുത്ത സഞ്ചിയില് മാധവൻ 2ന്റെ 8 ഗുണിതങ്ങളാണ് നിറച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ഇങ്ങനെ വന്നേ? അതൊരു ഇവിടെ ഇങ്ങനെ സമം തന്നെയാണ് കേട്ടോ, ഈക്വൽ ചിഹ്നാണ്. അത് കുട്ടി പെട്ടെന്ന് അങ്ങനെ അത് മായ്ക്കായിരുന്നു. ടോട്ടല് 256 നാണയങ്ങളാണ് 9ാമത്തെ സഞ്ചിയിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആകെ 511 നാണയങ്ങളാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. 9ാമത്തെ സഞ്ചി ആയപ്പോഴേക്കും പകുതി കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു. കാരണം 1000 സ്വർണ്ണ നാണയങ്ങളുള്ളതിൽ 511 സ്വർണ്ണ നാണയങ്ങൾ നമ്മൾ 9ാമത്തെ സഞ്ചിയിൽ
നിറച്ചു. 9ാമത്തെ സഞ്ചി ആയപ്പോഴേക്കും നിറച്ചു കഴിഞ്ഞു. 9ാമത്തെ സഞ്ചിയിൽ നിറച്ചിരിക്കുന്ന നാണയങ്ങളുടെ എണ്ണം എത്രയാ? 256. 256 നാണയങ്ങൾ 9ാമത്തെ സഞ്ചിയിൽ നിറച്ചു അല്ലേ? അപ്പൊ ആദ്യത്തെ 9 സഞ്ചിയിൽ നിറച്ചു കഴിഞ്ഞു. അപ്പൊ എത്ര വരെ ആയി നാണയങ്ങളുടെ എണ്ണം? 511. ഇനി എത്ര നാണയങ്ങൾ ഉണ്ട് നമ്മുടെ കയ്യില്? ടോട്ടൽ 1000 നാണയങ്ങളുണ്ട്. ഇനി നമുക്ക് 489 489 എങ്ങനെ കിട്ടിയത്? അത് 511 1000 മൈനസ് ചെയ്യാം. 511 1000 നാണയത്തിൽ നിന്ന് 511 നാണയങ്ങൾ കുറയ്ക്കുമ്പോ നമുക്ക് എത്ര കിട്ടും? 489 നാണയം. അപ്പൊ പറഞ്ഞോ. അപ്പൊ 10ാമത്തെ സഞ്ചിയില് ബാക്കി വന്നിട്ടുള്ളത് 489 നാണയങ്ങളാണ്. അപ്പൊ രാജാവ് എത്രാമത്തെ സഞ്ചിയിലാണ് 489 നാണയങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മാധവൻ 10ാമത്തെ സഞ്ചി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൻസർ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ രാജാവ് 489 നാണയങ്ങൾ എന്ന് പറഞ്ഞു. ഇനി ഒരു 100 നാണയങ്ങൾ എവിടെ നിറച്ചിരിക്കണേന്ന് ചോദിച്ചാൽ ഏത് സഞ്ചിയായിരിക്കും? ഒരു 8ാമത്തെ സഞ്ചിയില്. അതെന്തുകൊണ്ട് 8ാമത്തെ സഞ്ചിയില് 100 നാണയങ്ങളുണ്ട് അതില്. അപ്പോ ഏകദേശം 100 കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ 100 നാണയങ്ങൾ എന്തായാലും 8ാമത്തെ സഞ്ചിയില് ഉണ്ട്. അപ്പൊ 2ന്റെ ഗുണിതത്തില് നിറച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര നാണയങ്ങളുള്ള സഞ്ചി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ രാജാവിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലേ? ഇനിയിപ്പോ ഈ 1000 സ്വർണ്ണ നാണയത്തിന് പകരം ഒരു 2000 സ്വർണ്ണ നാണയം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ നിറച്ചു പോകാം അല്ലേ? 2000 സ്വർണ്ണ നാണയം ആണെങ്കിലും നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു രീതിയിലെ പാറ്റേണിൽ നമുക്ക് നിറച്ചു പോകാം. ഇതിപ്പോൾ LP കുട്ടികൾക്കുള്ള പസിലായതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും നമ്മളോട് വലിയ മൾട്ടിപ്ലിക്കേഷനൊന്നും കുട്ടികളോട് ചോദിക്കില്ല. പിന്നെ UP കുട്ടികൾക്കും അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. നല്ല എളുപ്പത്തിലുള്ള പസിലാണ്. പിന്നെ കുറച്ചും കൂടെ ഇത് വളരെ എളുപ്പത്തിലുള്ളതാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് LP കുട്ടികൾക്കായിരിക്കും അല്ലേ? ആരാധ്യ ഇത് LP ക്ലാസ്സിലാണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പസിൽ. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് കൂട്ടുകാർക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് പറഞ്ഞിടാം. 1ാമത്തെ സഞ്ചിയില് 1 നാണയം ഇട്ടു, 2ാമത്തെ സഞ്ചിയില് 2 നാണയം ഇട്ടു, 3ാമത്തെ സഞ്ചിയില് 4 നാണയം, 4ാമത്തെ സഞ്ചിയില് 8 നാണയം, 5ാമത്തെ സഞ്ചിയില് 16 നാണയം. അതുവരെ 31 നാണയങ്ങളാണ് നമ്മൾ ആകെ ഇട്ടത്. 6ാമത്തെ സഞ്ചിയില് 32 നാണയം, 7ാമത്തെ സഞ്ചിയില് 64 നാണയം, 8ാമത്തെ സഞ്ചിയില് 128 നാണയം, 9ാമത്തെ സഞ്ചിയില് 256 നാണയം. അതുവരെ 511 നാണയങ്ങളാണ് നമ്മൾ നിറച്ചത്. ഇനി 10ാമത്തെ സഞ്ചിയില് ബാക്കി വരുന്നത് 489 നാണയങ്ങളാണ് ബാക്കി വരുന്നത്. ഈ 489 നാണയങ്ങളാണ് നമ്മൾ 10ാമത്തെ സഞ്ചിയിൽ നിറച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് 2ന്റെ ഗുണിതമായിട്ടല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിറയ്ക്കാം. പക്ഷെ അതൊരു നല്ലൊരു പാറ്റേൺ ആയിട്ട് നിറയ്ക്കണം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 2ന്റെ ഗുണിതം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് അത് വേണമെങ്കിൽ 3ഓ 4ൻ്റെ ഒക്കെ ആക്കാം. പക്ഷെ അത് ശ്രദ്ധിക്കണം. 10 സഞ്ചിയിൽ വരുമ്പോൾ അത് ഏകദേശം എത്ര വരും എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടേ അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ LP കൂട്ടുകാർക്കാവുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് വേണമല്ലോ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് 2ന്റെ ഗുണിതത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ചാർട്ട് എവിടെ? നമ്മുടെ ചോദ്യത്തിൻ്റെ പേര്, അതായത് ഈ കഥയുടെ പേര് തന്ത്രപരമായ പരീക്ഷണം. ഒരിക്കൽ ഒരു രാജാവ് ബുദ്ധി പരീക്ഷണത്തിലൂടെ മിടുക്കനായ ഒരു മന്ത്രിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അദ്ദേഹം എല്ലാ വ്യക്തികൾക്കും 1000 സ്വർണ്ണ നാണയങ്ങളും 10 കാലിച്ചാക്കുകളും നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നാണയങ്ങൾ സഞ്ചിയിൽ നിറയ്ക്കാം. പിന്നീട് ഞാനൊരു സംഖ്യ പറയും. ആ സംഖ്യ ഏത് നാണയങ്ങളുള്ള സഞ്ചിയിലാണോ ഉള്ളത് ആ സഞ്ചി കാണാതെ തുറന്നു നോക്കാതെ പറയണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം, എല്ലാ കൂട്ടുകാർക്കും. താങ്ക് യു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും ഇതൊരു എന്ത് സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. പിന്നെ ഇത് LP UP കുട്ടികൾക്ക് UP കുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് സെലക്ട് ചെയ്യണതായിരിക്കും നല്ലത്. LP കൂട്ടുകാർക്കാണ് കുറച്ചും കൂടെ ഇത് ഈ ഒരു പസിൽ എടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് ഏതാണ് ഇപ്പോൾ നമ്മൾ UP കുട്ടികൾക്കായിട്ടുള്ളൊരു പസിൽ ഓൾറെഡി ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം.